മൂന്നാമത്തെ ദിവസം സൗന്ദര്യം എന്ന ഭാവത്തിൽ പ്രകൃതിയുടെ ഭംഗിയെ, പ്രകൃതിയെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുന്നു. നാലാമത്തെ ദിവസം കൂഷ്മാണ്ഡ ദേവിയാണ്. കൂഷ്മ അണ്ഡ, പ്രകൃതിയെ ഗർഭം ധരിച്ചവൾ. സ്ത്രീയാണ് പ്രകൃതി എന്ന മഹത്തായ സന്ദേശം നമ്മെ കാണിക്കുന്ന ദേവീ സങ്കല്പം ഗർഭിണിയായ പാർവതി ദേവി. ഒരു സ്ത്രീയിൽ മാതൃഭാവം ഏറ്റവും പ്രകടമാകുന്ന സ്ഥിതി. ശാരീരികമായ വേദനകളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്ന അവയെയൊക്കെ സ്വയം തരണം ചെയ്യാൻ കഴിവുള്ള സമയം. അഞ്ചാമത്തെ ദിവസം സ്കന്ദമാത, ഭഗവാൻ കാർത്തികേയനെ മടിയിലിരുത്തിയിട്ടുള്ള പാർവതി ദേവിയുടെ സങ്കല്പം. അഞ്ചാമത്തെ ദിവസത്തെ ലളിതാ പഞ്ചമി എന്നാണ് പറയുക. ഏറ്റവും ആനന്ദം തരുന്ന ദിവസമാണത്രേ ലളിതാ പഞ്ചമി ദിവസം. മാതൃത്വമാണ് അഞ്ചാം ദിവസത്തെ ഭാവം. സ്ത്രീത്വം എന്നതിന്റെ പൂർണ്ണതയാണ് മാതൃത്വം. ലോകത്തിലുള്ള എന്തിനേയും സ്നേഹം കൊണ്ട് തരണം ചെയ്യാൻ കഴിവുള്ള അമ്മ, അതാണ് സ്കന്ദമാത. ആറാമത്തെ ദിവസത്തിൽ കാത്യായനി ദേവിയാണ് സങ്കല്പം. കർമ്മപൂർത്തീകരണത്തിന് ശേഷമുള്ള മധ്യവയസ്കയായ സ്ത്രീയുടെ രൂപമാണ് കാത്യായനി ദേവിക്ക്. ഗാംഭീര്യവും ധൈര്യവും ശക്തിയുമുള്ള ദേവി. ഏഴാം ദിവസം കാളരാത്രി ദേവിയാണ് സങ്കല്പം. ആർത്തവ വിരാമം പ്രാപിച്ചിട്ടുള്ള ഒരു സ്ത്രീയുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായി ഇതിനെ കണക്കാക്കുന്നു. ദേവിയുടെ പേര് പോലെ തന്നെ ദുരിതമുള്ള രാത്രി